നീ എന്തായി പറയുന്നത്? ചെയ്താൽ തീരാത്ത ജോലിയുള്ളത് കൊണ്ടല്ലേ ഞാൻ വരാൻ താമസിക്കുന്നത്. ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താൽ ആരോഗ്യം എന്താവും? ആ, ഇങ്ങനെ ജോലി ചെയ്തെങ്കിലേ എന്റെ ലക്ഷ്യം നിറവേറും. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. നീ എന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് നിന്റെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയവരാണ് നിന്റെ ബന്ധുക്കൾ. അവർ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഞാനെല്ലാം മറന്ന് ജോലി ചെയ്തേ പറ്റൂ. ജയേട്ടാ, ഈ വാടക വീടിന് പകരം നമുക്ക് സ്വന്തമായൊരു വീടുണ്ടാവണം. ഞാൻ സ്വപ്നം കാണുന്നൊരു ഭാവി ഉണ്ടാകണം. എല്ലാം നടക്കണമെങ്കിൽ നീ എന്നെ മനസ്സിലാക്കിയേ പറ്റൂ. എനിക്കെല്ലാം മനസ്സിലായി. രമേ, ഹലോ. ഞാൻ ചന്ദ്രശേഖരനാ. ആരാ സംസാരിക്കുന്നത്? ഞാൻ വാച്ച്മാനാ. നാളെ ഓഡിറ്റിങ്ങിന് കൊടുക്കാനുള്ള ഫയലുകൾ വീട്ടിലെത്തിക്കാമെന്ന് മാനേജർ പറഞ്ഞിരുന്നു. ഇതുവരെ കണ്ടില്ലല്ലോ. അയാളുണ്ടോ അവിടെ? അദ്ദേഹം 5 മണിക്ക് പോയി. വേറെ ആരുണ്ടോ അവിടെ? അക്കൗണ്ടന്റ് ജയൻ സാറുണ്ട്. വിളിക്കണോ? വേണ്ട, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ശരി മുതലാളി. എന്താ ചെയ്യത്? ഇത്ര രാത്രിയായിട്ടും വീട്ടിൽ പോകാറായില്ലേ? 2 ആഴ്ചയായി ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യണം സാർ. ഈ അക്കൗണ്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ടാ. ഏതായാലും ജയൻ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്താൽ മതി. ഇപ്പൊ വീട്ടിൽ പോയിക്കോളൂ. എനിക്കിനി ഇപ്പൊ ബസ് കിട്ടില്ല സാർ. ഓ, അത് സാരമില്ല, ഞാൻ കൊണ്ട് വിട്ടുതരാം. വരും. അപ്പൊ ഞാൻ വരട്ടെ ജയൻ? വരണം സാർ. വീട്ടിലൊന്ന് കയറിട്ട് പോവാം. അയ്യോ, ഇപ്പൊ വേണ്ട, പിന്നൊരിക്കലാവാം. സാർ ആദ്യമായിട്ട് വരികയല്ലേ, ഒന്ന് കയറിട്ട് പോവാം. എങ്കിൽ ശരി. സാർ, ഇതാണ് എന്റെ ഭാര്യ. നമസ്കാരം. നമസ്കാരം. വരൂ സാർ. ഇങ്ങോട്ടിരിക്കാം സാർ. താങ്ക് യു. ഞാൻ പോയി കാപ്പി എടുക്കാം. അയ്യോ, എനിക്കിപ്പോ കാപ്പിയൊന്നും വേണ്ട. ഈ അർദ്ധരാത്രിയിൽ സാറിന് ബുദ്ധിമുട്ടിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. വിഷമം തോന്നുന്നു എനിക്കാ. ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് ജയന് വീട്ടിൽ വരാൻ പോലും സമയം തരാതെ ജോലി ചെയ്യിച്ചതിന്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു കേട്ടോ. സാരമില്ല സാർ. അല്ല, ഇവിടെ കൂട്ടിനാരുമില്ലേ? ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും മുകളിലാണ് താമസം. അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രമേ, ജോലിക്കാരന് ബസ് കിട്ടാത്തതുകൊണ്ട് സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവിടുന്ന ഏതെങ്കിലും ഒരു മുതലാളി ലോകത്തുണ്ടോ? അതാണ് ചന്ദ്രശേഖരൻ മുതലാളി. പുള്ളിക്കാരന് തൊഴിലാളി മുതലാളി എന്നുള്ള വ്യത്യാസമേ ഇല്ല. ചുമ്മാ വാരി അടിച്ച് നിൽക്കാതെ വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കൂ. എനിക്ക് വിശക്കുന്നു. നിങ്ങളെ മാനേജരാക്കി വെച്ചാണ് മിസ്റ്റർ നായർ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ശമ്പളം വാങ്ങിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം ജോലിക്കാര്യത്തിലും കാണിക്കണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം സാർ. ചേട്ടാ, നിങ്ങൾക്ക് ലജ്ജയില്ല എന്നോട് മാപ്പ് ചോദിക്കാൻ? നിങ്ങൾ റെസ്റ്റ് എടുക്കുമ്പോഴും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതാണ് മിസ്റ്റർ ഞാൻ. നിങ്ങളെപ്പോലെയുള്ളവരെ ഇനിയും ഈ കമ്പനിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ എന്റെ കമ്പനി ഇൻകം ടാക്സ് കൊണ്ടുപോകും. കണക്കെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സാർ. നിങ്ങളാണോ കണക്കെല്ലാം ശരിയാക്കിയത്? എല്ലാം ഈ ജയന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത്? ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു. സാർ, ദയവ് ചെയ്ത് കഴിവൊക്കെ മറക്കണം. ഇനി എന്റെ ഉത്തരവാദിത്വം. നോ, ഇനിയും നിങ്ങൾ ഈ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്നു മുതൽ നിങ്ങൾ എന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഫീൽഡ് ഓഫീസറായി മാത്രം ജോലി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. യു കൻ ഗോ. മിസ്റ്റർ ജയൻ,
ഇന്ന് മുതൽ ഈ ഓഫീസിന്റെ മാനേജർ നിങ്ങളാണ്. അയ്യോ സാർ, ഞാൻ ഒബേ മൈ ഓർഡേഴ്സ്. ബെസ്റ്റ് വിഷസ്. രമേ, രമേ, ജയേട്ടാ, ഈ സ്കൂട്ടർ ഏതാണ്? ഇത് എനിക്ക് ചന്ദ്രശേഖരൻ സാർ മേടിച്ചത്. ഫ്രീ ആയിട്ടോ? ഞാനിപ്പോ ആരാണെന്ന് എനിക്കറിയാവോ? കമ്പനിയുടെ മാനേജരാ. മാനേജരോ? നേരാണ് ഏട്ടാ. അതെ, എല്ലാം പറയാം. നീ വാ, നീ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വാഹനമാണ്. നമുക്ക് ഈവനിങ് കുട്ടപ്പ, മുതലാളിയോടെ ഈ ഫയലൊന്ന് പിടിക്കാനുണ്ട്. ജയൻ സാർ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, മുതലാളിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എവിടെ? മേൽ വന്നാട്ടെ. ജയം വന്നോ? ഇന്ന് രാവിലെ എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദനയും ബോധക്കേടും ഉണ്ടായി. ഡോക്ടർ, ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോകണോ? ഒന്നും വേണ്ട. ഓവർ സ്റ്റൈം കൊണ്ടുണ്ടായതാണ്. ഞാനിപ്പോ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. ഞാൻ എങ്ങനെ റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ? 2 ഷിപ്പിൽ ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. 4-5 ദിവസം ഞാൻ ഹാർബറിൽ ഉണ്ടായേ പറ്റൂ. ഏതായാലും ഈ നിലയിൽ യാത്ര ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്നാ ഞാൻ വരട്ടെ. ഈവനിങ്ങിൽ ഒന്നുകൂടി വരാം. മാത്യു, ഡോക്ടർ ഡ്രോപ്പ് ചെയ്യൂ. ഹാർബറിലേക്ക് പ്രസാദന അയക്കാം സാർ. അയാളെപ്പോലൊരു യൂസ്ലെസ് ഈ ലോകത്തുണ്ടോ? എനിക്ക് പകരം ഒരാൾ പോകുന്നെങ്കിൽ അത് ജയൻ തന്നെ പോണം. ഞാനോ? അതെ, ജയൻ പോയില്ലെങ്കിൽ ഡോക്ടർ അറിയാതെ ഞാൻ തന്നെ പോകും. അയ്യോ, അത് വേണ്ട സാർ, ഞാൻ പോവാം. സാർ, ഈ കാശൊന്ന് കൊടുത്തോട്ടെ. എൽസി, എന്താ പിച്ച? മോളെ, ഞാൻ ഹാർബർ വരെ പോവുക. ചിലപ്പോ 2 ദിവസം കഴിഞ്ഞേ വരും. ഈ കാശ് വെച്ചു. മോളെ, അത് ഞങ്ങളുടെ പുതിയ മാനേജരാ, ജയൻ സാർ. സാറേ, ഇതെന്റെ മോള് എൽസി. ഞാൻ വരട്ടെ മോളെ. രമ ഉറക്കമായിരുന്നു? ഇല്ല. സാറിന്റെ ഈ രാത്രിയില് ഞാൻ രമയോട് ചെയ്തൊരു നന്ദി കേടിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. നന്ദിയേടോ? രമ ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാനൊരു മില്യണറാണെന്ന് കരുതി എനിക്കങ്ങനെയില്ല. എനിക്കതിൽ പരാതിയില്ല സാർ. രമ പരാതി പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? നന്ദിയിൽ നന്ദി. രമേ, എന്റെ ഓഫീസിലുള്ള മുഴുവൻ ജോലിക്കാരുടെയും സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്തുകൊണ്ടാണ് വെറും അക്കൗണ്ടന്റ് ആയിരുന്ന ജയനെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ മാനേജരാക്കിയത്. ജയൻ തിരിച്ചു വന്നാൽ എന്റെ കമ്പനിയും ഞാൻ ജയനെ ഏൽപ്പിക്കാൻ പോവുക. എല്ലാം രമയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. എന്റെ സന്തോഷത്തിന് വേണ്ടി? അതെ. രമയെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം മുതൽ എന്റെ മനസ്സ് മോഹിക്കാൻ തുടങ്ങിയതാ. ഈ രാത്രി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ഞാനും രമയും തമ്മിലുള്ള ബന്ധവും
ജയന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയും ഏറ്റവും വലിയ രഹസ്യമായിരിക്കും. വരൂ. രമേ, താനെന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നല്ലേ? എന്നെ തനിക്ക് കാഴ്ചവെച്ച് സ്ഥാനമാനങ്ങൾ നേടാൻ നടക്കുന്നവരല്ല ജയൻ. ഒന്ന് പതുക്കെ പറയും. അതൊക്കെ പറയാനോ? ഞാനിപ്പോ മുകളിലുള്ളവർ മുഴുവൻ വിളിച്ചു കൂട്ടും. അയ്യോ, ചതിക്കരുത്. ഞാൻ പോയേക്കാം. രമേ, ഈ വിവരം ജയൻ അറിയിക്കരുത്. തന്നോട് പോകാനാണ് പറഞ്ഞത്. എനിക്കൊരു അബദ്ധം താൻ പറ്റിപ്പോയി. പോകുന്നുണ്ടോ ഇല്ലയോ? ക്ഷമിക്കുന്നത് ഇറങ്ങി പോടോ. സോറി.